ഞാൻ 230 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 5 പേരും കിഡ്സും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. 22,000 കിലോമീറ്റർ കഴിഞ്ഞു. 22,000 കിലോമീറ്റർ. അപ്പോ നല്ല റഫ് യൂസാണ്. അതെ, നമ്മള് ഓട്ടം അങ്ങനെയുള്ള ആവശ്യങ്ങളായ ഏപ്രിൽ 19, അതായത് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന രംഗം അതിൻ്റെ ചൂട് പിടിച്ചു വരുന്ന ആ ഒരു സമയത്ത്, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ ഇലക്ട്രിക് വാഹനത്തെ പറ്റി അത്രയേറെ ആശങ്കകളും സംശയങ്ങളും നിലനിൽക്കുന്ന ആ ഒരു സമയത്താണ് MG മോട്ടോഴ്സ് അവരുടെ ധൂമകേതു എന്ന് അറിയപ്പെടുന്ന കോമറ്റിനെ ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നത്. SGEV പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിട്ടുള്ള കോമറ്റ് EV ഇവിടെ ഇറങ്ങി 1 വർഷം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു വാഹനത്തെ പറ്റിയും അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്ക് ബാക്കിയാണ്. അപ്പോൾ പിന്നെ ആ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കോമറ്റ് EVയുടെ 1 വർഷത്തോളം ഉപയോഗിച്ച് പരിചയമുള്ള ഈ ഒരു കോമറ്റ് EVയുടെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കോമറ്റ് EVയെ പറ്റിയുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻജിൻ മാപ്സ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ. എന്താ പേരെന്താ? ഷഹീർ. എന്ത് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. ഓക്കെ. എന്ത് ബിസിനസ്സാണ്? നമ്മൾ റെഡി ബൈ എന്നുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇ-കൊമേഴ്സിന്റെ. ഓക്കെ. എവിടെയാ അതിന്റെ? വടകരയാണ് ഓഫീസ്. വടകരയിൽ, അതായത് കോഴിക്കോട് ജില്ല. അതെ, വടകര. ഓക്കെ. ഇത് തുടങ്ങിയിട്ട് കുറെ വർഷമായോ? അതെ, നമ്മൾ 2022 സ്റ്റാർട്ട് ചെയ്തതാണ്. 2022. അതെ. നമ്മൾ ഓഫീസ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടൊരു 1 ഇയർ ആവുന്നു. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ വണ്ടി ഇറക്കിയത്. ആ ഒരു ആവശ്യത്തിന്. അതെ, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റി നമുക്കൊന്ന്. ഇപ്പോ ഈ ഒരു വാഹനം എടുത്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം എക്സാക്ട്. ജൂലൈ ആകുമ്പോൾ 1 വർഷം കംപ്ലീറ്റ്. 1 വർഷം കംപ്ലീറ്റ്. അതായത് പിന്നെ ഈ ഒരു വാഹനം ഇവിടെ ലോഞ്ച് ചെയ്ത് ബുക്കിംഗ് ആരംഭിച്ച സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. കൊയിലാണ്ടി നമ്മളുടെ രജിസ്ട്രേഷൻ ഏരിയയിൽ ഫസ്റ്റ് വണ്ടിയായിരുന്നു. ഫസ്റ്റ് വണ്ടി, അതായത് KL 56 ഫസ്റ്റ് കോമറ്റ്. വടകരയിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വണ്ടി. അതെ. അപ്പോ ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? 22,000 കിലോമീറ്റർ കഴിഞ്ഞു. 22,000 കിലോമീറ്റർ. അപ്പോ ഫസ്റ്റ് പെയ്ഡ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് പെയ്ഡ് സർവീസ് അത് 1 വർഷത്തിനിടയ്ക്കാണോ? അല്ല, ഇപ്പൊ ജസ്റ്റ് റീസെന്റ് കഴിഞ്ഞു. 20,000 ഫസ്റ്റ് പെയ്ഡ് സർവീസ്. 20,000 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു വാഹനത്തിനെ പറ്റിയുള്ള ഏകദേശ രൂപ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഉപയോഗിച്ചു, ഏത് രീതിയിൽ ഇത് പ്രതികരിച്ചു എന്നുള്ള രീതിയൊക്കെ മനസ്സിലായി. ഇലക്ട്രിക് വാഹനം മുമ്പ് ഉപയോഗിച്ചിരുന്നോ? ഇത് ഏതെങ്കിലും ഒരു? ഇത് ഡയറക്റ്റ് നമ്മള് ഫസ്റ്റ് ഇതിലേക്ക് തന്നെ പോയിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ 1-2 വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് പ്രൈസിന്റെ കാരണം നമ്മൾ ആവശ്യം ആ രീതിയിലുള്ള ഒരു ആവശ്യം ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ വേറൊരു വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് വണ്ടി ആയിട്ടാണ്, കമ്പനിയുടെ ആവശ്യത്തിന് ഓടാനുള്ള ഒരു വണ്ടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ച വണ്ടി. പോളോ GT സ്വന്തമായിട്ട് വീട്ടിലുണ്ട്. പോളോ GT എന്ന് പറയുന്നത് നമ്മുടെ പവർഫുൾ വണ്ടിയാണ്. ആ ഒരു വാഹനത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു മാറ്റം എങ്ങനെയാണ്? മാറ്റം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഞാൻ പോളോയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പോയിട്ടില്ല കാരണം നമ്മൾ ലോങ് പോകേണ്ട ഒരു ആവശ്യം, കാരണം ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ആ ലിമിറ്റേഷൻ കവർ ചെയ്യേണ്ട ആവശ്യത്തിന് സമയത്ത് മാത്രമേ ഞാൻ പോളോ ഇപ്പൊ എടുക്കാറുള്ളൂ. അപ്പൊ പോളോ GT ഉപയോഗിച്ച ഒരാള് പ്രൈമറി ആയിട്ട് മാറ്റി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ ഇതിന്റെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോ ആ ഒരു സർവീസും കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ഇതിന് ചെയ്യാനുണ്ടായിരുന്നത്? സർവീസിൽ ഇത് ആസ് ഓഫ് നൗ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം കുറച്ച് ബോഡി വർക്ക്സ് ഉണ്ട്. അത് അടുത്ത സർവീസിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നതാണ്. കുറച്ച് ആക്സിഡന്റ്, ചെറിയൊരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ബ്രേക്ക് പാഡ് ഒക്കെ ഇനി ഒരു 5,000 കിലോമീറ്റർ വരെ പോകുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് അടുത്തൊരു സർവീസിലേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഫസ്റ്റ് പെയ്ഡ് സർവീസ് ആണ്, അതിൽ കൂടുതലായിട്ട് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ഇനി. കാരണം നമ്മൾ ഇനിയിപ്പോ അത്രയും കൂടുതൽ പോകുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോ ഇതിന് കമ്പനി പറഞ്ഞത് വെച്ചാല് 230 കിലോമീറ്റർ ഫുൾ ചാർജിൽ കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു വാഹനത്തിന്. ഇത് ഏത് മോഡലാണ്? ഈ ബേസ് മോഡലാണ്. നമ്മൾ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട് ഒരു വലിയൊരു രീതിയിലേക്ക് നമ്മൾ പോയി. പേസ് വേരിയന്റ്. സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയ പേസ് വേരിയന്റ്. ഓക്കെ. അപ്പോ
ആ ഒരു വാഹനത്തിന്റെ മൈലേജ് 230 കമ്പനി പറഞ്ഞത്. അതെ. അപ്പോ എത്രയാണ് ആ ഒരു വാഹനം 230 എന്ന് പറയുന്നത് അത് സിംഗിൾ യൂസർ വിത്തൗട്ട് AC. ഓക്കെ, നമുക്ക് ഞാനത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഞാൻ 230 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്റെ യൂസേജിൽ ഞാനത് റിസൾട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് സിംഗിൾ യൂസർ വിത്തൗട്ട് AC. ഞാൻ പുലർച്ചെ ട്രാവൽ ചെയ്ത് കാലത്ത് ചൂട് വെയിലാവുന്നതിന് മുമ്പ് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അങ്ങനെ യൂസ് ചെയ്താണ്. അതെ അതെ. പക്ഷെ എന്തില്ല, AC-യിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആള് കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ റോഡ് ഒരു വളവും തിരിവും അല്ലെങ്കിൽ കയറ്റം ഇറക്കമുള്ള റോഡൊക്കെ ആവുമ്പോൾ വേരിയേഷൻ വരുന്നത് നല്ല രീതിയിൽ വരുന്നത്. നമുക്ക് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 160 180 ഉള്ളിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ ഏറ്റവും റഫ് യൂസ് ചെയ്തിട്ടും നല്ല റഫ് യൂസാണ്. അതെ, നമ്മള് ഓട്ടം അങ്ങനെയുള്ള ആവശ്യങ്ങളായതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പം അങ്ങനെ പോകുമ്പോൾ എനിക്കൊരു 150 ഒക്കെയാണ് ഒരു കുറഞ്ഞ സംഭവം കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഈ ഒരു ടെസ്റ്റിംഗ് നടന്നത് എന്ന് വെച്ചാല് നമ്മൾ ഈ വാഹനം വാങ്ങിയ ഉടനെയാണോ? അല്ലല്ല, റീസെന്റ് ഒരു 1 മന്തിന്റെ ഉള്ളിലായിട്ട്. ഒരു 10-11 മാസം കഴിഞ്ഞ സമയത്താണ് വാഹനം കിട്ടി. 11 മാസത്തിന് ശേഷം നമുക്ക് 230 എത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യം മുമ്പ് വന്നിട്ടില്ലായിരുന്നു. ലോങ് ഇതും കൊണ്ട് പോയി നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തു നിന്നാണല്ലോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ നമ്മള് തൃശ്ശൂർ വരെ ഒന്നും, കാരണം ഇതിൽ ഫാസ്റ്റ് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തൃശ്ശൂർ വരെ ഒന്നും നമുക്കിത് പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു മഞ്ചേരിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ എക്സാക്ട് ഞാൻ 230 എന്റെ അപ്പ് ആൻഡ് ഡൗൺ നിൽക്കുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്ന് പറഞ്ഞല്ലോ ഈ പേസ് വേരിയന്റിൽ. ഈ ഒരു കോമറ്റിന് ഫസ്റ്റ് ഇപ്പോ പുതിയതായിട്ട് എക്സിക്യൂട്ടീവിലാണ്, എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു വേരിയന്റിൽ ഇപ്പോ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതില് ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് എപ്പോഴെങ്കിലും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്? അതായത് നമ്മളത് മനസ്സിൽ ഉൾക്കൊണ്ട് എടുത്തത് കൊണ്ട് നമുക്ക് എന്തില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. പക്ഷെ എങ്ങനെയായാലും നമ്മൾ വണ്ടി എടുത്ത് കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ചാർജും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പിന്റെ നമ്മളെ ഒരു ട്രാൻസ്പെറൻസി, അതായത് വിസിബിലിറ്റി, മുന്നോട്ടുള്ള നമ്മളെ രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു, അതൊന്നും എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. സോ നൗ ഞാൻ ഇപ്പോഴുള്ളൊരു 22,000 കിലോമീറ്ററിന്റെ ഒരു ഇതിൽ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതില് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോ ഈ 22,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ടോപ്പ് സ്പീഡിലേക്കൊക്കെ കടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മാക്സിമം എത്ര സ്പീഡിലൊക്കെ പോയി? ഞാൻ മാക്സിമം ഇത് പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 100 കയറ്റിയിട്ടുണ്ട്. സ്റ്റേബിൾ തന്നെയായിരുന്നു വണ്ടി. സ്റ്റേബിൾ, വേറെ അത്. പക്ഷെ ഈ അടുത്തൊന്നും ഞാൻ വലിയ സ്പീഡിലേക്ക് പോയിട്ടില്ല. അത് നമ്മൾ ഇനീഷ്യൽ ടൈമിൽ ഇത് എങ്ങനെയൊക്കെ പോകുന്നുള്ളത് അറിയണല്ലോ. അപ്പൊ അതിന്റെ ഇപ്പൊ എക്കോ മോഡൽ തന്നെയാണ് നോർമലി വണ്ടി എടുക്കാറ്. അപ്പൊ കയറ്റം കയറുന്ന സമയത്തോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഏത് അവസ്ഥയിലാണ് വരുന്നത്? ആള് കൂടുതൽ ഉണ്ടെങ്കിൽ, ഞാനിതിൽ നിന്ന് ഫ്രണ്ടിൽ 2 ആള്, ബാക്കില് 3 ആള് വെച്ച് ടോട്ടൽ 5 പേരും കിഡ്സും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. 5 പേരും കിഡ്സും, അതായത് 2 കിഡ്സും. അതെ, ഫാമിലിയിൽ ഞാൻ പല സമയത്തായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മാത്രം ചില സമയം, അതും നല്ല സ്റ്റീപ്പ് കയറ്റവും വളവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ലാഗ്, അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം പവർഫുൾ ആണ്. അതെ, നമ്മള് ഈ വണ്ടിയുടെ കപ്പാസിറ്റിക്കുള്ള ലോഡിൽ പോവുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഈ ഒരു വാഹനം നമ്മള് ആദ്യമായിട്ടാണല്ലോ നമ്മളെ റോഡിലേക്ക്, നാനോന് ശേഷം ഈ ഒരു രൂപത്തിലുള്ള ഒരു വാഹനം. അപ്പോ നമ്മളെ വണ്ടി എടുത്ത സമയത്ത് നമ്മളെ ബന്ധുക്കളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഒക്കെയുള്ള അത് ഞങ്ങളിപ്പോ ആ സമയത്ത് എടുത്ത സമയത്ത് ഇപ്പോഴും ആൾക്കാർ ഇത് എന്താ പറയാ, വേറെന്തോ ഒരു സംഭവം നോക്കുന്ന സംഭവത്തിനെ നോക്കി കാണുന്ന പോലെയാണ് ഇപ്പോഴും പല ഏരിയയിൽ പോകുമ്പോഴും നമ്മളിത് കണ്ട് ടൗണുകളിലൊന്നും വിഷയമല്ല, ആൾക്കാർ ഇത് കണ്ട് യൂസ്ഡ് ആയി. പക്ഷെ ഉള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഭയങ്കര, കാരണം ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ അവരാണെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ ഇതിന്റെ ഒരു പല കളർ വേരിയേഷനിലുള്ള സംഭവങ്ങളെ കണ്ടു. അപ്പോ ആ ഒരു മൈൻഡിൽ ഇപ്പോഴും നമുക്ക് ആ ഇത് ആൾക്കാർ അട്രാക്ട് ചെയ്യാറുണ്ട്. അതെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കളിയാക്കുന്നതല്ല, എന്താ പറയാ, ആൾക്കാർ എന്തോ ഒരു സംതിങ്ങിനെ കണ്ട പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നോക്കുന്ന പല ഇഷ്യൂസ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അത് കോമൺ ആയിട്ട് ചില വണ്ടിയൊക്കെ നിർത്തി സൈഡാക്കിയിട്ടൊക്കെ പിന്നെ വേറൊരു സംഭവം വെച്ചാല് ഇത് ആളുകൾ ഈ ഒരു സൈസിൽ കാണുമ്പോൾ വളരെ ചെറിയ എമൗണ്ടിന് ഇത് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ പലരും വണ്ടി നിർത്തിച്ചു. അപ്പൊ നമ്മൾ ഇതിന്റെ 8 lakhs 9 lakhs എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഇത്രയും പ്രൈസോ ചെറിയ വണ്ടി. അപ്പൊ ഇലക്ട്രിക് ആന്ന് പറയുമ്പോൾ ആൾക്കാർ അത് ഉൾക്കൊള്ളും. അതെ, ഉൾക്കൊള്ളും. ഈ ഒരു വാഹനം ഇറക്കുന്ന സമയത്ത് ഏകദേശം എത്ര പൈസ ആയിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് ആക്സസറീസും ഒക്കെ അടക്കം 9,20,000 9,25,000 അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു 9 ലക്ഷത്തിന് ഈ ഒരു വാഹനം യൂസ്ഫുൾ ആണോ? എന്താ വെച്ചാല് 9 ലക്ഷത്തിന്റെ ഒരു യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ എന്റെ പോളോയില് ഫ്യൂവൽ ചെയ്ത് എന്റെ ഈ ഇത്രയും ആവശ്യങ്ങൾ ഞാൻ നടത്തുകയാണെങ്കിൽ എനിക്ക് അറൌണ്ട് 2 lakhs മേലെ ആസ് ഓഫ് നൗ ഫ്യൂവൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു 70% ഓടിയിട്ടുള്ളത് കമ്പനി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഒരു 1,75,000 ഓട്ടം ഞാൻ എന്റെ മറ്റു വണ്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും പ്രൈസ് വന്നിട്ടില്ല. അപ്പൊ ഇൻ കേസ് കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ ഇനിയും ഇതിന്റെ വാറന്റി പീരീഡിലേക്ക് പോകാൻ അത്രയും ഉണ്ടല്ലോ. 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വാറന്റി, 1.25. പിന്നെ ഇതിന്റെ നമ്മളെ ഉൾവശത്തെ സൗകര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പാസിംഗ് ത്രൂ ഇതാണല്ലോ, ഇന്റീരിയർ ആണ്. ഓക്കെ, കമ്പാർട്ട്മെന്റ്. അപ്പോ ആ ഒരു രീതിയിൽ ഇതിന്റെ എത്രത്തോളം സൗകര്യമാണ് ഇതിന്റെ ഉൾവശത്തുള്ളത്? ഉൾവശത്ത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യും ആൾക്കാർ. കാരണം ഡിക്കി എന്നൊരു പോരായ്മ ഉണ്ട്. പക്ഷെ നമുക്ക് സീറ്റ് രണ്ട് സീറ്റും ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിക്കി ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെ. അപ്പോൾ ആളുകൾ പെട്ടെന്ന് കയറി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് 2 ഡോർ ആയതുകൊണ്ട്. പക്ഷെ ഇതും നമ്മൾ എല്ലാം അത് അറിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മളെ യൂസും നമ്മൾ അങ്ങനെ മനസ്സിൽ കണക്കാക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആവുമ്പോ പ്രശ്നം വരില്ല. ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ബിൽഡ് ക്വാളിറ്റി നമുക്ക് ബാക്കിലൊരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, അത് ഒരു ബൈക്ക് നല്ല ഇടിയാ വന്നത്. ബൈക്ക് വന്ന് ഇടിച്ചതാണ്. അതെ, നമ്മൾ ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്ത് അവിടെയും ഫ്രണ്ടിലും തട്ടിയിട്ടുണ്ട്, ബാക്കിലും വന്ന് തട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇടിന്റെ ഒരു പവർ നോക്കുമ്പോൾ ബോഡി വെയിറ്റ് അത്യാവശ്യം ബോഡി നല്ല ബിൽഡ് ക്വാളിറ്റി ആണെന്ന് ഫീൽ. കാരണം വണ്ടി ബൈക്ക് അങ്ങനെ പോയിണ്ടായിരുന്നു. അപ്പം പിന്നെ ബാക്കി വെയിറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഡോറിനൊക്കെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഫ്രണ്ട് ഇല്ലാത്തൊരു പ്രോബ്ലം നമ്മൾ മാക്സിമം കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. റിസ്ക് മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് വണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പീഡ് ഞാൻ ഒരു പ്രാവശ്യം ടോപ്പ് സ്പീഡിലേക്ക് പോയിട്ടുള്ളൂ. കാരണം മാക്സിമം കെയർ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുക. ഈ എക്കോ മോഡലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ AC-യുടെ ഈ ഒരു കൂളിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പോർട്ട് മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് AC-ന്റെ കൂളിങ്ങിലോ കാര്യങ്ങളോ വലിയ വേരിയേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ? ഞാനത് ശ്രദ്ധിച്ചില്ല ആക്ച്വലി. നോർമലി ഉള്ള ഞാൻ എക്കോ തന്നെയാണ് കൂടുതൽ പോവാറ്. മറ്റ് 2 വേരിയൻസിലേക്ക് അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി ഉള്ള സമയത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഞാനത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വാഹനത്തിന് AC-ന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കിയിട്ടില്ല. ഈ ഒരു വാഹനത്തിന് AC വെന്റ് പുറകുവശത്ത് AC വെന്റ് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അത് പുറകുവശത്തുള്ള യാത്രക്കാർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. നമ്മള് ലോ ആക്കി ഇടുമ്പോ എന്തായാലും എഫക്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ തീരെ എത്തുന്നില്ല. അപ്പം ബാക്കിൽ ആളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഫുൾ ഇട്ടിട്ട് അതിന്റെ വെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതെ, അതിൽ വെക്കുന്ന സമയത്ത് എല്ലാവർക്കും കുഴപ്പമില്ല. കാരണം ചെറിയ സ്പേസ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് കൂളാവും. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സീറ്റിന്റെ മെറ്റീരിയൽ ഈ ഫാബ്രിക് മെറ്റീരിയൽ ആണല്ലോ. അപ്പോ ഫാബ്രിക് അപ്പോ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്? അതെ, അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് പെട്ടെന്ന് കച്ചറ പിടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ സീറ്റ് കവർ അടിക്കാൻ വേണ്ടി നിൽക്കും. മൊത്തം വൈറ്റില് തന്നെ ഇങ്ങനെ ഒരു മൊത്തം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ ആകെ മൊത്തം കച്ചറായിട്ടുള്ളത്. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. വാഷിങ്ങിൽ പോലും പോവാത്ത രീതിയിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതെ, നമ്മൾ ഒന്നാമത് റഫ് യൂസ് ആയതുകൊണ്ടാണ്, നമ്മൾ ആ രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളൊരു ഫാമിലി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന അതല്ല. പക്ഷെ അപ്പോഴും കുട്ടികള് ചോക്ലേറ്റ് കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് യൂസിന് ആ ഒരു ക്ലോത്ത് ഓക്കെയാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ ഈ ഒരു 12 ഇഞ്ചിന്റെ വീലാണല്ലോ. അപ്പൊ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ടോ? അത് ആസ് ഓഫ് നൗ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു കുറച്ചൊരു ടേക്ക് കെയർ ചെയ്തിട്ടാണ്
ഈ എടുക്കാറുള്ളത് വണ്ടി. പിന്നെ ഗ്രൗണ്ട് ക്ലിയർ ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി അത് അത്യാവശ്യം പ്രശ്നങ്ങളുള്ളൊരു വഴിയാണ്. അപ്പൊ അവിടെ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് ഞാൻ വണ്ടി കൊണ്ടുപോകാറില്ല. ഇതൊരു ഓഫ് റോഡ് വാഹനമല്ല. ശരിക്കും നമ്മൾ വരുന്ന വീഡിയോ കൂടെ കവർ ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലായി ചെറിയ അതിന് ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ലാണ്ട്. അതെ, നമ്മള് ഒന്നാമത് ആ രീതിയിലുള്ള യൂസ് ആണല്ലോ. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഇതൊരു ഫീൽ ചെയ്തിട്ട് പിന്നെ ഹമ്പൊക്കെ അത്യാവശ്യം ചവിട്ടി തന്നെ എടുക്കുക, ചില സമയത്ത് പെട്ടു പോകാറ്. ശരി ശരി. പിന്നെ ഇതിന്റെ ചാർജിങ് ടൈം ഇപ്പൊ ഫുൾ ചാർജ് ആവാൻ 7 മണിക്കൂർ 80% ആവുന്ന 5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നതാണ്. ഈ ഒരു രീതി തന്നെയാണോ നമുക്ക് ഇപ്പോഴും ചാർജിന്റെ ആ ഒരു ടൈം എടുക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു? അത് 0 to ഫുള്ളില് അധികം വരുമ്പോൾ ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്ത് ഓട്ടോ കട്ട് ഓഫ് ആവും. കാലത്ത് നമ്മൾ അതിന്റെ ടൈമിംഗ് ഇതുവരെ നോക്കിയില്ല. പിന്നെ ചെറിയ ചെറിയ ടൈമിംഗ് മാത്രമേ ഞാൻ പകൽ സമയങ്ങളിൽ ചെയ്യാറ്. വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ്? അതെ, വീട്ടിൽ നിന്ന് തന്നെയാണ് മോസ്റ്റ്ലി. ഞാനിതിൽ ലോങ് പോയത് നമ്മൾ പാലക്കാട് അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ മഞ്ചേരി അല്ല, തൃശ്ശൂർ ടൗൺ അങ്ങോട്ട് എത്തിയില്ല. എടപ്പാൾ ആ ഒരു ഏരിയ വരെ ഞാൻ മാക്സിമം ലോങ് പോയത് ഈ വണ്ടിയും കൊണ്ട് എടപ്പാൾ വരെയാണ്. പിന്നെ ഇങ്ങോട്ട് കണ്ണൂര്. പക്ഷെ കണ്ണൂര് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ എടപ്പാളും ഈ പറഞ്ഞ പാലക്കാട് ഏരിയയിലേക്ക് പോയപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ട് 1-2 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ടാണ് വന്നത്. അത് നമുക്ക് പിന്നെ ഏതൊരു സ്ഥലത്ത് നിന്ന് ഇത് ചാർജ് ചെയ്യാം. AC ചാർജിങ് ആണല്ലോ. അതെ അതെ. അതുകൊണ്ട് KSEBിന്റെ ആ പോസ്റ്റിലടക്കം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു സൗകര്യമുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ ഇനി ഇതിന്റെ പള്ളിയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ നമുക്കത് ചാർജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ മലപ്പുറത്തൊക്കെ അത്യാവശ്യം എല്ലാ ഏരിയയിലൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഈ സൈഡിലേക്ക് മലപ്പുറം ഭാഗത്തേക്കാണ് യാത്ര. ലോങ് പോകുന്നുണ്ടെങ്കിൽ തന്നെ യാത്ര വരും. മഞ്ചേരിയാണ് നമ്മൾ IT ഉള്ളത്, IT ടീം ഉള്ളത്. അപ്പം അവിടത്തേക്ക് അധികവും യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്ററി ലോ ആവുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഇതുവരെ റോഡിൽ കുടുങ്ങിയിട്ടില്ല. പക്ഷെ 1-2 പ്രാവശ്യം എന്താ പറയാ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എത്തി നിന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു 20% ശേഷം ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡ്രൈൻ ആയി പോകുന്നുണ്ട് ബാറ്ററി. അപ്പൊ ഇന്നും എന്താ പറയാ ഒരു 10% വരെ കിട്ടും. പിന്നെ അതിനുശേഷം ഡേഞ്ചർ സോൺ ആണ്. നമ്മള് ഒരു സേഫ് സ്ഥലത്തല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇന്നലെ രാത്രി വരെ ഞങ്ങള് വരുന്ന സമയത്ത് ഒരു തിക്കോടി നമ്മളെ ഒരു പഞ്ചായത്തിന്റെ അടുത്ത് വരെ നമുക്കൊരു 4% എത്തി. അവിടുന്ന് പെട്ടെന്ന് താഴോട്ട് വരുന്നത് ഞാൻ വളരെ സ്ലോ ആക്കി രാത്രിയാണ് വന്നത്. കാരണം അത് ഹെഡ്ലൈറ്റും എന്താ പറയാ മഴയായതുകൊണ്ട് AC ഓഫ് ആക്കാനും പറ്റാത്ത, കാരണം പെട്ടെന്ന് പുക പിടിക്കുന്ന ഒരു സിറ്റുവേഷനും. അപ്പം പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എത്തിച്ചതാണ്. കാരണം ഒരു പെട്ടെന്ന് കുറഞ്ഞു. വളരെ 10-ന് ശേഷം ഞാനൊരു 4-5 പ്രാവശ്യം 10-ന് ശേഷം പോയിട്ടുള്ളൂ. പക്ഷെ രാത്രി പോവാറില്ലായിരുന്നു. ആദ്യമായിട്ടായിരുന്നു രാത്രി. അപ്പൊ ലൈറ്റ് ഉണ്ട്, AC ഉണ്ട്. പെട്ടെന്ന് വളരെ പെട്ടെന്ന് 3% ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെയാണ് പറ്റിയത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിസിബിലിറ്റി ഒക്കെ ഈ ഒരു വലിയൊരു വിൻഷീൽഡ് ആണല്ലോ. അപ്പോ അതിന്റെ ഒരു അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏതൊരാൾക്ക് ഇപ്പം വൈഫ് ചില സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവർ ലേഡീസിനടക്കം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് നല്ല കംഫർട്ടായിട്ട്. അപ്പോ ഈ ഒരു വർഷം ഈ ഒരു MG മോട്ടോഴ്സിന്റെ കോമറ്റ് ഉപയോഗിച്ച് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്കും അതേപോലെ തന്നെ MG കോമറ്റ് അങ്ങനെ കണ്ട ഇലക്ട്രിക് വാഹനത്തിലേക്ക് അത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ അവരോടൊക്കെ കൊടുക്കാനുള്ള, അതായത് പുതുതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഡെയിലി ഒരു 50 കിലോമീറ്ററെങ്കിലും ഓടുന്ന ആൾക്കാരാണ് ഇലക്ട്രിക്കിലേക്ക് പ്രിഫർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് നമുക്ക് ഓട്ടം വേണം. അല്ലാണ്ട് നമ്മള് വീട്ടിലിടുന്ന വണ്ടി അത് ബാറ്ററി ലോ ആയി അതിന് പ്രശ്നങ്ങൾ വന്ന് അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് പല റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത് യൂസ് ചെയ്യുന്നോണ്ടായിരിക്കാം വന്നിട്ടില്ല. പക്ഷെ റിവ്യൂസ് വന്നതിൽ നമ്മൾ കുറച്ച് ദിവസം, ഇവൻ ഒരു 2-3 ദിവസം വരെ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ബാറ്ററിയിൽ ഇഷ്യൂസ് ഒക്കെ പല, ഇതിന് മാത്രമല്ല എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും. അപ്പം ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോഴും യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിക്കിലേക്ക് പോയാൽ. കാരണം പെട്രോൾ പ്രൈസിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു ഇഷ്യൂ വരുന്നോണ്ടാണല്ലോ നമ്മൾ ഓട്ടം ഉള്ളതുകൊണ്ടാണല്ലോ ഇതിൽ ഇലക്ട്രിക്കിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഓടുന്ന ഒരു ആളാണെങ്കിൽ
മാത്രം മാത്രം EV-യിലേക്ക് ആസ് ഓഫ് നൗ EV-യിലേക്ക് കാരണം കോസ്റ്റ് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നോർമൽ ഒരു പെട്രോൾ വണ്ടിയിൽ നിന്നും ഇലക്ട്രിക് വണ്ടിയിലേക്ക് പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ബീറ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ട്, നമ്മള് ഓടി മുതലാക്കണം. അതെ അതെ. അല്ലെങ്കിൽ എന്തുണ്ട്, വീട്ടില് സോളാർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഓൾറെഡി ഉള്ള ഇതിനായിട്ട് വെക്കേണ്ട സിറ്റുവേഷൻ ആണ്, അതും നഷ്ടമാണ്. ശരി, ഇത്രയൊക്കെയാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.